നിങ്ങൾ ഈ ഡുവൽ ഫാദർ സിൻഡ്രം, ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് കാണണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയി അപ്പാനിയെ നോക്കിയാൽ മതി. അപ്പാനി എന്താ കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അനുമോളടുത്ത് വന്ന് ഒരു ഭാഗം, അനുമോളെ വിട്ടിട്ട് അക്ബറിൻ്റെ അടുത്ത് പോകുമ്പോൾ വേറൊരു ഭാഗം, ആ ശാരിക വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ വേറൊന്ന്. ആകെ മൊത്തത്തിൽ അവന് തന്നെ അറിയാൻ അവൻ ആരാണെന്ന്. അക്ബറിനോട് അവൻ ചേർന്ന് നിൽക്കുന്നതിൻ്റെ റീസൺ അവൻ്റെ ഇൻഡസ്ട്രിയിൽ കുറച്ചധികം സീൻ, അല്ലെങ്കിൽ അവനെ ബേസ് ചെയ്ത് അവൻ ഒരുപാട് പേരെ അറിയാമല്ലോ, സെർഗോയൊക്കെ അറിയാവുന്ന അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അക്ബറിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി കാണും അപ്പാനിക്ക്. അതായിരിക്കാൻ ചാൻസ്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ അവിടെയും ചാടി ഇവിടെയും ചാടി നിൽക്കുന്നതെന്ന്. ഇപ്പം അനുമോളടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റായി അനുമോളടുത്ത് അത്രയും ഫേവറുള്ള അത്രയും നല്ല പരിചയമുള്ള വ്യക്തികളായി തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവൻ്റെ ആ ഒരു അഭിപ്രായം മാറുന്നത്? ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരമായി, അതായത് നിന്നും ഉടനീളം മസ്താനിയെ കൊണ്ട് മസ്താനിക്ക് ഒരു മാപ്പ് പറയണം, ആ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ട് മസ്താനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് അനുമോൾ മീഡിയേറ്റർ ആവുന്നു, ശാരിക മീഡിയേറ്റർ ആവുന്നു, ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ അനങ്ങണില്ല. ഇവൻ പറയണത് പിന്നെ ആവട്ടെ, അതായത് അനുമോളെടുത്തവ എതിർക്കുന്നില്ല, ഇപ്പോഴല്ല പിന്നെ ആവട്ടെ ആലോചിക്കട്ടെ. അവന് ചെയ്യണമെന്നുണ്ട്, മാപ്പ് കേൾക്കണമെന്നും അതോടുകൂടി ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നും അവനിക്ക് ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണുള്ളത്. പക്ഷെ എന്താണെന്നറിയാമോ, അക്ബറിന് പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മളിപ്പോൾ പി ആർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരടുത്ത് ഒരു ചോദ്യമാണ്, ഈ അപ്പാനി എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി ചാടിയത്? അതായത് അപ്പാനി അവിടെ നിന്നപ്പോൾ അനുമോളെ അവൻ ചെയ്തത് എന്തൊക്കെയായിരുന്നു? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ, ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, അനുമോളെ തല്ലാനും കൊല്ലാനും പിടിക്കാനും അടിക്കാനും ഒക്കെ ഇതായിട്ട് നിന്നത് അപ്പാനിയാണ്. ചീത്ത വിളിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ള കമൻട്രി പറഞ്ഞതും അപ്പാനിയാണ്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത തക്കവണ്ണം ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിട്ട് അപ്പാനി അവിടെ നിന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവർക്ക്, വെറും വൃത്തികെട്ട ഗ്രൂപ്പ്, ഗുണ്ടാ ഗ്രൂപ്പ്. ആ ഗുണ്ടാ ഗ്രൂപ്പിൽ ഇവനുണ്ടായിരുന്നു. ആ ഗുണ്ടാ ഗ്രൂപ്പാണ് അനുമോളെ ഏറ്റവും കൂടുതൽ കരയിച്ചത്. പ്ലാച്ചിയെ കൊല്ലുക, പ്ലാച്ചിയെ തൂക്കി കൊല്ലുക, പ്ലാച്ചിയെ വെച്ചിട്ടുള്ള കളി. ഈ ചൈൽഡിഷ് ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അനുമോളെ ടാർഗറ്റ് ചെയ്ത് അത്രയും ഉപദ്രവിച്ചത് അപ്പാനി തന്നെയല്ലേ, പിന്നെന്താ? അപ്പോൾ ആ ചെയ്തതിനെ പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന മസ്താനി അപ്പാനിയെ ടാർഗറ്റ് ചെയ്തു. അതൊരു യൂഷ്വൽ തിങ് ആണ്. പുറത്തുനിന്ന് ആളുകൾ കാണുമ്പോൾ ആളുകളുടെ വൈബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അകത്ത് വന്ന് പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അനുമോൾക്കാണ് സപ്പോർട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ട് എല്ലാവരും വന്ന് ആ കാര്യം സൂചനകളിൽ കൂടെ ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴെങ്കിലും അപ്പാനി ഒരു 50 പൈസയ്ക്ക് അടങ്ങണ്ടേ? അത്ര പോലും വിവരമില്ലല്ലോ. ഇത്തവണത്തെ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് വിവരവും ബുദ്ധിയില്ല, എല്ലാം കണക്കാം. സാധാരണക്കാർ ഇത്രയും ബുദ്ധിയില്ലാത്തവരാവുമോ എനിക്കറിയത്തില്ല. സാധാരണക്കാരുടെ പ്രതിനിധികൾ എന്നാണ് പറയുന്നത്. ഇത്തവണ അവർ കൂടുതലും സീരിയൽ ആക്ട്രസിനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും ഇത്രയും 0 ലെവലാണോ ഇവറ്റുകളെന്നുള്ളതാണ്. അത് GK ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 0 ഡിഗ്രിയാണ് എല്ലാത്തിൻ്റെയെന്ന്. എന്നാലും ഒരു കുറച്ചൊക്കെ കോമൺ സെൻസ് വർക്ക് ചെയ്യണ്ടേപ്പാ. ഇതെന്തുവാ ഇത്? ഒരു കാര്യവുമില്ലാതെ ആ മസ്താനി അകറ്റി നിർത്തുന്നു. മസ്താനി വന്നാൽ ഞാൻ മിണ്ടത്തില്ല, മസ്താനി എനിക്ക് ഇഷ്ടമില്ല, മസ്താനി അങ്ങനെ, മസ്താനി ഇങ്ങനെ. മസ്താനിക്ക് നീ കൊടുത്ത പണി മസ്താനി പുറത്തു പോയി ശരിക്കും അനുഭവിച്ചു. മസ്താനി മുഖത്ത് മുഖം മൂടി വെച്ചിട്ടാണ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ ജീവിതം ടാർണിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് അവൾ വീണ്ടും ഇൻ്റർവ്യൂസിലൊക്കെ വന്നപ്പോൾ സമാധാനം തോന്നിയിരുന്നു. എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരേ ഒരു കാര്യം അവിടെ ചെയ്തത് നെവിനാണ്. ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് നെവിനോട് മാത്രമേ തോന്നുള്ളൂ. കാരണം നെവിൻ ജെന്യുവിൻ എന്ന് ലക്ഷ്മി പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. ബിൻസി ഇന്നലെയൊക്കെ അവളെ ഇട്ട് കൊല്ല ചെയ്യുമ്പോഴും അത് കണ്ടുകൊണ്ട് നിസ്സഹായമായി നിന്ന ബാക്കിയുള്ളവർക്ക് ഏറ്റവും കംഫർട്ട് സോൺ ആക്കി കൊടുത്തത് നെവിനാണ്. നെവിൻ ഒരുപക്ഷെ നെവിന് പറയാമല്ലോ, ബിൻസിയാണ് അവന് ഇഷ്ടമെങ്കിൽ അവന് പറയാമായിരുന്നു. ഇവള് പറഞ്ഞ കണക്ക് അവൻ പ്രപ്പോസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൻസിയാണ് അവന് താല്പര്യമെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് മസ്താൻ്റെ അടുത്ത് കൂട്ടുകൂടാതിരിക്കാമല്ലോ. പക്ഷെ എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുന്നതിൽ തീർച്ചയായിട്ടും നെവിൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നെവിന് തെറ്റുപറ്റിയത് ഈ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ പോയിട്ടാണ്. അതുവരെ അവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എത്ര നന്നായിരുന്നു. അത്യാവശ്യം മോഷണവും നമുക്കൊക്കെ ചിരിക്കാനുള്ള വകയും നല്ലൊരു പേഴ്സണായിട്ടായിരുന്നു എനിക്ക് നെവിനെ മനസ്സിലായത്. നെവിൻ എവിടെ തെറ്റി? നെവിൻ അക്ബറുമായി ചേർന്നപ്പം. അതായത് തൂറിയവനെ ചുമന്നവന് നാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലൊരു സാധനമാണ് അക്ബർ. അക്ബർ എന്ന വ്യക്തിയോട് നമുക്ക് പേഴ്സണലായിട്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ്റെ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അവ ഇരുന്നുകൊണ്ടൊരു പാട്ട് പാടും, മ്യൂസിക് പാടാന്ന്, ഇത്രയും നല്ല സോങ്സ് ഉണ്ട്, അത് പാടിക്കൂടെ? അതിന് പകരം ബെന്നി പോകുമ്പോൾ കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പാട്ട്. എപ്പോഴും എല്ലാവർക്കും നെഗറ്റീവ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
ഇപ്പുറത്ത് ആർക്കെങ്കിലും പാട്ടറിയാമെങ്കിൽ ഇവനെ പാടിയാൽ ഇവൻ്റെ മുഖം പോകുന്നത് കാണാം. ഇവൻ്റെ ഭാര്യയും അമ്മയൊക്കെ പറയുമ്പോൾ ഇവന് ഭയങ്കര സങ്കടം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയല്ല അവളും ഒരാളുടെ ഭാര്യയല്ലേ, അമ്മയല്ലേ, കുട്ടിയല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസേൺ ചെയ്യണ്ടേ. അതായത് അവന് മാത്രം എന്തുമാകാം, ആ തോന്നിവാസത്തിന് ബിഗ് ബോസ് കൂട്ടു നിൽക്കുന്നു. അഫ്കോഴ്സ് അക്ബർ ജയിച്ചാൽ എന്താണെന്നറിയാമോ, ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കും, മെയിൽ ഷോവോനിസ്റ്റുകളുടെ ഒരു ഏരിയയാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്നുള്ളത്. സ്ഥിരമായി മെയിലുകൾ മാത്രം ജയിക്കുന്നു, മെയിലായിട്ട് തന്നെ ബിഗ് ബോസ് വരുന്നു, എവരിവെയർ മെയിൽ 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 മെയിൽ. അതാണ്, പെണ്ണിന് പ്രത്യേകിച്ച് അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഈ പറയുന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പാനിക്കും പുറത്തുള്ള ഒരു പ്രശ്നം മാറും. അപ്പാനി വിചാരിക്കുന്ന അനുമോളോട് മാത്രം ശത്രുതയുള്ളതോ അല്ലെങ്കിൽ അവളോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണെന്ന് അല്ല. അതിനകത്ത് അവൻ്റെ ക്യാരക്ടർ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പുറത്തേക്ക് എത്തിയതിൻ്റെ ഒരു റീസൺ മസ്താനി കൂടെയാണ്. മസ്താനിൻ്റെ അടുത്ത് അവൻ കിടന്ന് കാണിച്ച ബഹളം കണ്ടില്ലേ? മസ്താനി കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ഞങ്ങളും ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി നീ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നീ അത്രയ്ക്ക് ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ പെണ്ണിനെ. ആരെ? അനുമോളെ. അനുമോൾക്ക് വേണ്ടിയാണ് മസ്താനി അത് ചെയ്തത്. പക്ഷെ കേട്ടത് മുഴുക്ക അനുമോളാണ്. അതുകൊണ്ട് തന്നെ അനുമോൾ അവളെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ്. പുറത്തിറങ്ങുമ്പോഴും അനുമോൾ അത് മനസ്സിലാക്കണം. 100% അനുമോൾ ചേർത്ത് പിടിക്കേണ്ടത് മസ്താനിയെ തന്നെയാണ്. മസ്താനി അത്രത്തോളം കേട്ടു. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ പോയി അപ്പാനി ശരത്തിൻ്റെ അടുത്ത് അത് സംസാരിക്കുന്നത്. അവൻ തയ്യാറുമാണ്, പക്ഷെ അവന് ലവൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വേണം. ഇനി നിങ്ങൾ പറയൂ, ഈ നാറി പുറത്തു പോയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവനെ പുറത്ത് വിടേണ്ടത് തന്നെയല്ലായിരുന്നു? തീർച്ചയായിട്ടും പുറത്തു പോകേണ്ടതാണ്. സ്വൽബുദ്ധിക്ക് ഇരിക്കുന്ന ഒരുത്തനല്ല അവിടെ കപ്പ് ജയിക്കേണ്ടത്. അപ്പാനി എന്ന വൃത്തികെട്ടവൻ എത്രത്തോളം മോശമാണെന്ന് അവിടെ തെളിഞ്ഞു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ക്ലാരിറ്റി വരുത്തി ഇതില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയിൽ ഇത് നമ്മളിലേക്ക് എത്തുകയാണ്. അനുമോളെടുത്ത് കളിക്കരുത്. കാരണം ആ പെങ്കൊച്ച് പറഞ്ഞതിൽ നിന്ന് അള്ളു പിടിച്ചാൽ അത് വിടൂല. ബിൻസിയുടെ കേസ് അവൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പാനിയാണ് ഇതിനകത്ത് കളിച്ചതെന്ന് വ്യക്തമായി അവൾ ബിൻസിയോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങാൻ അപ്പാനിക്ക് കാണാമല്ലോ, അതാണ് സത്യവും. അപ്പാനി പറഞ്ഞ എന്താണ്, മിക്കവാറും ആണുങ്ങളുടെ ഒരു ക്യാരക്ടറാണ്, അവൾ എന്നെ ഒന്ന് പിടിക്കുന്നു, അവൾ എന്നെ ഒന്ന് തൂണ്ടുന്നു. ഇത് പറഞ്ഞ് നീ കൈ കഴിയും. ആ പെൺകുട്ടിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് തിരിച്ചറിവിലാണ് അനുമോൾ അവളെ ഉപദേശിച്ചത്. ക്ലീവേജ് കാണിച്ചു, സ്ലീവ്ലെസ് ഡ്രസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തു. അതായത് വളരെ സാധാരണക്കാരായ കുറേ കുട്ടികളാണ് അവിടെ ഉള്ളത്. മോഡേണിസമൊക്കെ അവർക്ക് ലെസ്ബിയൻ കളിക്കാൻ മാത്രമേ ഉള്ളൂ. അത്തരം കോലി കളിക്ക് മാത്രമാണ് അവർക്ക് മോഡേണിസം. ആ ബാക്കി ഒന്നിലും പുരോഗമനവാദം ഇല്ല അവർക്ക്. അവരതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പ് പറയുന്നത്. ഇപ്പം അത്യാവശ്യം പുരോഗമനവാദമൊക്കെ ഉള്ള പെൺപിള്ളേർ ഒരുത്തിനോടെ പോയെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം പറയുമോ? ഒന്നുമില്ല, അതൊക്കെ പുരോഗമനവാദത്തിൽ പെടുന്നതാണ്. അവിഹിതം പുരോഗമനവാദത്തിൽ ഏറ്റവും ഇത് ചെയ്യുന്ന ജനറലൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, അതറിയാമോ? പ്രകൃതി വിരുദ്ധ സെക്സ്, ഇതേപോലെ ഇതൊക്കെ തന്നെ വളരെ കോമൺ ആണ് പുരോഗമനവാദത്തിൽ, മനസ്സിലാക്കുക. അങ്ങനെയുള്ള അവർക്ക് ഈ ഒരു കുത്തിത്തിരിപ്പ് പറയണമെന്ന് തോന്നിയെങ്കിൽ അനുമോൾ മാത്രം കുറ്റക്കാരിയാകുന്നതും അതിനകത്ത് അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഇനിയും ബുദ്ധി വന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പാനിയുടെ ആ ഡുവൽ ഫാദർ സിൻഡ്രമാണ് അവിടെ കണ്ടത്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. വന്ന് കയറിയ ഉടനെ നമ്മൾ പുറത്ത് ഗ്രഡ്ജ് വെക്കരുത്, നമ്മൾ പുറത്തുള്ളവരുമായിട്ട് ഒരു ഗ്രഡ്ജും വെക്കരുത്, എല്ലാം ഇവിടെ തീർത്തിട്ട് പോകണം എന്ന് പറഞ്ഞവനിക്ക് എന്തുകൊണ്ട് മസ്താനിയുമായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് തോന്നുന്നില്ല? എന്തുകൊണ്ട് അവനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പുറത്ത് പോകണമെന്ന് തോന്നുന്നില്ല? പിന്നെ ഇവൻ പറയണമെന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നായിട്ട് നിങ്ങൾക്ക് തോന്നില്ല? ഇനി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. മസ്താനി എന്താണ് ഇവനെ ചെയ്തത്? ഇവൻ പോയപ്പോൾ തുള്ളി കളിച്ചതോ? അതിനേക്കാൾ ഉപരി മറ്റൊരു തുള്ളി കളിച്ചില്ലേ? എന്നിട്ട് അവർ പോയപ്പോൾ ആരും അവരെ ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. പക്ഷെ മസ്താനി പുറത്തെത്തിയപ്പോൾ എല്ലാവരും കൂടെ ഇൻസൾട്ട് ചെയ്തു. അത് അപ്പാനി എത്ര ഗ്രേറ്റ് എന്നാ, അപ്പാനി അവിടെ കാണിച്ചത് നല്ലതെന്നാ. ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ഒരുത്തൻ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യണ്ടേ? ഷാനവാസിനെ കണ്ടുപഠിക്കണം. അയാൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പെങ്ങന്മാരാ. ഒരാളെടുത്ത് അയാൾക്ക് ക്രഷ് തോന്നിയില്ല. എന്തുകൊണ്ടാ? ആ ക്രഷ് അയാളുടെ ജീവിതം ക്രഷ് ചെയ്യും, അത് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അയാൾ ആ ക്രഷിന് പോയില്ല. നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ. കിട്ടിയെടുത്തൊക്കെ ഇട്ട് പിടിയും ഞവളലും ബഹളവും ആയിരുന്നു. ഈ അപ്പാനി എങ്ങനെയായിരുന്നു? ബെൻസീയുടെ അടുത്തതാ, അത് പിന്നെ കുതിരയെ പോലെ നിൽക്കുന്നു ഒരെണ്ണം. നോ കൺട്രോൾ. ചാച്ചാ ചാച്ചാ എന്നെ അങ്ങനെ ചെയ്ത് ചാച്ചാ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സാധനം. അത് പിന്നെ അത് കാണിക്കുന്നതിലൊരു കുഴപ്പമില്ല. നമുക്ക് വ്യത്യസ്തമായ പെണ്ണുങ്ങൾ അവിടെ കാണാം. ജിസേലി ബിൻസിയൊക്കെ ഏകദേശം ഒരു കാറ്റഗറിയാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയത്തി കുത്തിത്തിരിപ്പ് വർത്താനമേ ഉള്ളൂ. പക്ഷേ ഇത് വെറും മറ്റേ പരിപാടിയാണ്. രണ്ടിൻ്റെയും വർത്തമാനം പ്രവർത്തിക്കും. ഒരു ഗുണ്ടിയാണ് ആ ബിൻസി. അവളെ വേണോ എനിക്ക്? എന്തെല്ലാമാണ്. എന്നിട്ട് അവളുമായിട്ട് സ്വരൂപിച്ച് അവളുമായിട്ട് എല്ലാമൊക്കെ സഹകരിച്ച് പോയിട്ട് അവസാനം ഇത് പ്രശ്നമായി മറ്റൊരു ഇമ്പാക്റ്റ് പുറത്ത് കൊടുക്കണമെന്ന് തോന്നുന്ന ഉടനെ അനുമോളെടുത്ത് വന്നിരുന്നു പറയണം അവളാണ് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നതേ ഇല്ല. അതേപോലെ അനുമോളെടുത്ത് പ്രോമിസ് ചെയ്യുന്ന മസ്താനിയുമായിട്ട് ഞാൻ കോംപ്രമൈസിന് തയ്യാറാണ്, പക്ഷേ എനിക്ക് അക്കൂൻ്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ പറയുന്നില്ലെങ്കിലും അതാണ് ഉദ്ദേശ ലക്ഷ്യം. ആകെ മൊത്തത്തിൽ ഈ വൃത്തികെട്ട അക്ബർ കാരണം 2 പേര് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായി പോകേണ്ടടുത്ത് പ്രശ്നങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഇവനാണോ ബിഗ് ബോസ് വിന്നർ ആകേണ്ടത്?
ഒരു ചെറിയ പ്രശ്നം പോലും കോംപ്രമൈസ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ സാധിക്കാതെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവനാണോ വ്യക്തിത്വമുള്ളവൻ? വ്യക്തിത്വ പരിശോധന എവിടെയില്ലേ? അക്ബർ എന്ന വ്യക്തിയുടെ എന്താണ് ക്രെഡിബിലിറ്റി? അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയാകും. കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പാനി ശരത്തിന് ഞാൻ പറഞ്ഞ കണക്ക് ഡബിൾ ഫാദർ സിൻഡ്രം ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരു അല്പം വ്യക്തിത്വം ഉണ്ടെങ്കിൽ രണ്ടിടത്ത് പോയി രണ്ടഭിപ്രായം പറയത്തില്ല. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാരൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. താങ്ക് യു.